Welcome students. In the discuss determination of acceleration due to gravity using a Curtis pendulum. ഇത് നമ്മൾ കോമ്പൗണ്ട് ബാർ പെൻഡുലം പറഞ്ഞ പോലെ തന്നെ ഇതും വർക്ക് ചെയ്യുന്നത് റിവേഴ്സിബിലിറ്റി ഓഫ് ദി സെൻറ്റർ ഓഫ് സസ്പെൻഷൻ ആൻഡ് ദി സെൻറ്റർ ഓഫ് ഓസിലേഷൻ എന്ന പ്രിൻസിപ്പിൾ അനുസരിച്ച് തന്നെയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു കെറ്റസ് പെൻഡുലം എന്ന് പറയുന്നത് ഒരു റിജിഡ് റോഡാണ്. അപ്പോൾ ഒരു മെറ്റലോ അല്ലെങ്കിൽ അലോയ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു റിജിഡ് റോഡാണ്. എബൌട്ട് 120 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ആൻഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിൽ നമുക്ക് രണ്ട് നൈഫ് എഡ്ജസ് കൊടുത്തിട്ടുണ്ട്. K1 ആൻഡ് K2 എന്ന് പറയുന്ന രണ്ട് മൂവബിൾ നൈഫ് എഡ്ജസ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു റോഡിൻ്റെ ഏത് പാർട്ടിലും നമുക്ക് അതിനെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ W എന്ന് പറയുന്ന രണ്ട് സിലിണ്ടേഴ്സ് കാണാം. അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ബി, അതുപോലെ തന്നെ ബി ആൻഡ് സ്മോൾ ലെറ്റർ W, ഇത് രണ്ടും ചെറിയ രണ്ട് സിലിണ്ടേഴ്സാണ്. അപ്പോൾ ഇവിടെ എയും ബിയും ഉണ്ടായിരിക്കുന്നത് മെറ്റൽ കൊണ്ട് അല്ലെങ്കിൽ അലോയ് കൊണ്ടാണ്. ഇനി എന്നാൽ W എന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സിലിണ്ടേഴ്സും വുഡ് കൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ലൈറ്ററായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി ഇവിടെ സെൻറ്റർ ഓഫ് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഈ സിലിണ്ടേഴ്സിനെ നമ്മൾ സിമെട്രിക്കലായിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഇനി ഈ ഒരു സിലിണ്ടർ നമുക്കറിയാം, ഇത് സിമെട്രിക്കലാണ് അതിൻ്റെ ഫോമെങ്കിൽ പോലും ഇതെന്ന് പറയുന്നത് എയും ബിയും മെറ്റലാണ് അല്ലെങ്കിൽ അലോയ് ആണ്. ഇവിടെ W എന്ന് പറയുന്നത് രണ്ടും എന്താണ്, ആ രണ്ട് സിലിണ്ടേഴ്സ് വുഡ് അല്ലെങ്കിൽ ലൈറ്ററായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഇങ്ങോട്ടായിരിക്കുമല്ലോ വെയിറ്റ് കൂടുതൽ. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞത് ഈ ഒരു വലിയ രണ്ട് സിലിണ്ടേഴ്സ്, അതായത് A, B എന്ന് പറയുന്ന മെറ്റൽ സിലിണ്ടേഴ്സിന് അടുത്തായിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വുഡ് കൊണ്ടുള്ള അല്ലെങ്കിൽ ലൈറ്റർ മെറ്റീരിയൽ കൊണ്ടുള്ള ഈ രണ്ട് സിലിണ്ടേഴ്സ് പ്രധാനമായിട്ടും കൊടുക്കാനുള്ള ഒരു കാര്യം ഇതിൻ്റെ ഷേപ്പിനൊരു സിമെട്രി വരാനായിട്ടാണ്. അപ്പോൾ ആക്ച്വലി ഇതൊരു റോഡാണ്. അപ്പോൾ ഇവിടെയായിട്ട് ഈ രണ്ട് സിലിണ്ടേഴ്സ് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഒരു സിമെട്രി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴെയും നമ്മളൊരു ഈ രീതിയിലുള്ളൊരു സിലിണ്ടർ കൊടുക്കുന്നത്. മാത്രമല്ല നമ്മൾ രണ്ട് നൈഫ് എഡ്ജിലും, കാരണം ഇത് രണ്ട് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട്, അല്ലേ, ഓൾറെഡി പറഞ്ഞു സെൻറ്റർ ഓഫ് സസ്പെൻഷനും സെൻറ്റർ ഓഫ് ഓസിലേഷനും ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഓസിലേഷൻ കാണേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ K1 എന്ന് പറയുന്നത് എന്താണ്, അവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത് ഈ പെൻഡുലം, അല്ലേ, സസ്പെൻഡ് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു റോഡിൽ അനുഭവപ്പെടുന്ന എയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏത് രീതി എടുത്താലും സെയിം ആകണം. അതായത് K1 ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഓസിലേറ്റ് ചെയ്താലും, ഇനി തിരിച്ച് ഇത് ഇൻവേർട്ട് ചെയ്തിട്ട് K2 ഇവിടെ കൊണ്ടുവന്നു, K2 നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ട് ഈ റോഡ് നമ്മൾ ഓസിലേറ്റ് ചെയ്താലും അതിൽ അനുഭവപ്പെടുന്ന എയർ റെസിസ്റ്റൻസ് രണ്ടിടത്ത് സെയിം ആയിരിക്കണം. അതുകൊണ്ട് ഈ ഒരു ഷേപ്പിലൊക്കെ ഒരു സിമെട്രി അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഇനി എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്താണ്, ആദ്യം K1 നമ്മൾ ഫിക്സ് ചെയ്യുന്നു, നൈഫ് എഡ്ജസ് ഫിക്സ് ചെയ്തിട്ട് K1 അതിന് മുന്നേ K1 K2 തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, രണ്ട് നൈഫ് എഡ്ജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം 1 മീറ്റർ ആക്കി നമ്മളതിനെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം K1 നമ്മൾ ആദ്യം K1 എന്ന് പറയുന്ന നൈഫ് എഡ്ജിൽ നമ്മൾ ആദ്യം സസ്പെൻഡ് ചെയ്യുക. അതിനുശേഷം എന്താണ്, ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുക. ഓസിലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ K1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം പീരീഡിന് ഞാൻ T1 എന്ന് കൊടുക്കുന്നു. ഇനി നേരെ ഇത് ഇൻവേർട്ട് ചെയ്യുക. ഇത് ഇൻവേർട്ട് ചെയ്തിട്ട് K2 മുകളിൽ കൊണ്ടുവരിക. അപ്പോൾ K2 സസ്പെൻഡ് ചെയ്തിട്ട്, K2 എന്ന് പറയുന്ന നൈഫ് എഡ്ജിൽ സസ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഓസിലേറ്റ് ചെയ്യുക. ഓസിലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം പീരീഡിനെ T2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ സ്യൂട്ടബിളായിട്ട് നമ്മൾ രണ്ട് സിലിണ്ടേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. ഏതൊക്കെയാണ്, B ആൻഡ് W എന്ന് പറയുന്ന രണ്ട് സിലിണ്ടേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ടൈം പീരീഡ് T1 ടൈം പീരീഡ് T2 സെയിം ആകത്തക്ക രീതിയിൽ ബിയും ഡബ്ല്യുവും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം T1 T2 T, സെയിം ടൈം പീരീഡ് കൊണ്ടുവരത്തക്ക രീതിയിൽ ബിയും ഡബ്ല്യുവും അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക്, അപ്പോൾ ബിയും ഡബ്ല്യു അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം പീരീഡ് ക്യാപിറ്റൽ T, രണ്ട് ടൈം പീരീഡ് T T1 T2, ഈ ഒരു രീതിയിൽ ടൈം പീരീഡ് കിട്ടുന്ന രീതിയിൽ രണ്ട് നൈഫ് എഡ്ജസും രണ്ട് സിലിണ്ടേഴ്സും അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, രണ്ട് സിലിണ്ടേഴ്സും അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി നൈഫ് എഡ്ജസ് K1 ആൻഡ് K2, ഇതിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് ദി ഈക്വലൻ്റ് സിമ്പിൾ പെൻഡുലം ക്യാപിറ്റൽ L എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. G = 4π² L/T². അപ്പോൾ പ്രാക്ടിക്കലി ഇത് രണ്ട് സിലിണ്ടേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടും സെയിം
ടൈം പീരീഡ് കൊണ്ടുവരാനായിട്ട് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ T1 T2 ഏകദേശം സെയിം ആക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഏകദേശം ഒന്ന് ഈക്വൽ ആക്കി ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം T1 എന്ന് പറയുന്നത് T1 ആൻഡ് T2 ആർ ദി ടൈം പീരീഡ്സ് ഓഫ് ഓസിലേഷൻ അബൌട്ട് 2 സെൻറ്റേഴ്സ് ആൻഡ് ദി ഡിസ്റ്റൻസ് L1 ആൻഡ് L2 ഫ്രം ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ T1 T2 എന്ന് പറയുന്നത് K1നും K2നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള K1ൽ സസ്പെൻഡ് ചെയ്തിട്ട് ഓസിലേറ്റ് ചെയ്യുമ്പോഴുള്ള ടൈം പീരീഡാണ് T1. അതുപോലെ തന്നെ K2ൽ സസ്പെൻഡ് ചെയ്തിട്ട് ഓസിലേറ്റ് ചെയ്യുമ്പോഴുള്ള ടൈം പീരീഡാണ് T2 എന്ന് പറയുന്നത് അല്ലേ. ഇനി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് K1ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് L1 എന്ന് പറയുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് K2ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് L2 എന്ന് പറയുന്നത്. അപ്പോൾ T1 എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മുടെ ജനറൽ ഇക്വേഷൻ ആണ്. ഏതാണ്? T is equal to 2π into square root of k square plus L square divided by GL. അപ്പോൾ ഇവിടെ രണ്ട് ടൈം പീരീഡ് നമ്മൾ എടുക്കുന്നത് കൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് T1ന് കറസ്പോണ്ടിങ് ആയിട്ട് L1ഉം T2ന് കറസ്പോണ്ടിങ് ആയിട്ട് L2ഉം കൊടുക്കുന്നു. സോ T1 is equal to 2π into square root of k square plus L1 square divided by GL1. And T2 is equal to 2π into square root of k square plus L2 square divided by GL2. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇക്വേഷൻ 29ഉം 30ഉം നമ്മൾ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ ഇതെന്ത് വരും? T1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് L1 സ്ക്വയർ ഡിവൈഡ് ബൈ GL1. അതുപോലെ തന്നെ T2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് L2 സ്ക്വയർ ഡിവൈഡ് ബൈ GL2. ഇനി ഇവിടെ GL1നെ ഞാൻ ഈ ഒരു LHSലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? L1 കൊണ്ട്. അപ്പോൾ T1 സ്ക്വയർ L1 is equal to 4π square by G into k square plus L1 square. ഇനി അതുപോലെ തന്നെ നമുക്ക് T2 സ്ക്വയർ L2 is equal to 4π square by G into k square plus L square എന്ന് ചെയ്യാം. ഇനി ഇക്വേഷൻ 33ൽ നിന്ന് ഇക്വേഷൻ 34 സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് T1 സ്ക്വയർ ഇൻറ്റു L1 മൈനസ് T2 സ്ക്വയർ ഇൻറ്റു L2 is equal to 4π square by G. ഇവിടെ രണ്ടിടത്തും കണ്ടാൽ അറിയാം നമുക്കിവിടെ 4π square G കോമൺ ആണ് അല്ലേ. ഇവിടെ 4π സ്ക്വയർ ബൈ G ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 4π സ്ക്വയർ ബൈ G ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കെ സ്ക്വയർ ഉണ്ട്. ഇവിടെയും കെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ കെ സ്ക്വയർ ക്യാൻസൽ ആകും. ബാക്കി എന്ത് വരും? നമുക്ക് T1 സ്ക്വയർ ഇൻറ്റു L1 മൈനസ് T2 സ്ക്വയർ L2 ഇസ് ഈക്വൽ ടു 4π സ്ക്വയർ ബൈ G ഇൻറ്റു L1 സ്ക്വയർ മൈനസ് L2 എന്ന് പറയും. ഇനി നമുക്ക് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ L1ൻ്റെ L2ൻ്റെ ഒക്കെ ടൈമിൽ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത് നമ്മളൊരു പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാലോ 4π സ്ക്വയർ ബൈ G ഇസ് ഈക്വൽ ടു 4π സ്ക്വയർ ബൈ G ഇസ് ഈക്വൽ ടു T1 സ്ക്വയർ ഇൻറ്റു L1 മൈനസ് T2 സ്ക്വയർ ബൈ L2. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഡിനോമിനേറ്ററിലേക്ക്. അപ്പോൾ എന്ത് കിട്ടും? ഇതാണ് കിട്ടുന്നത് അല്ലേ. 4π സ്ക്വയർ ഡിവൈഡ് ബൈ G ഇസ് ഈക്വൽ ടു T1 സ്ക്വയർ L1 മൈനസ് T2 സ്ക്വയർ L2 ഡിവൈഡ് ബൈ L1 സ്ക്വയർ മൈനസ് L2. അപ്പോൾ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? A ഡിവൈഡഡ് ബൈ L1 പ്ലസ് L2 പ്ലസ് B ഡിവൈഡഡ് ബൈ L1 മൈനസ് L2 എന്ന് എഴുതാം. അതിന് ശേഷം നമ്മളിതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? A ഇൻറ്റു L1 മൈനസ് L2 പ്ലസ് B ഇൻറ്റു L1 പ്ലസ് L2 ഡിവൈഡ് ബൈ L1 സ്ക്വയർ മൈനസ് L2 സ്ക്വയർ. അപ്പോൾ ഇവിടെ ഇത് A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്നുള്ള ഫോമിലാണ് വരിക എന്നല്ലേ. അപ്പോൾ നമുക്ക് A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്നുള്ള ഫോം കിട്ടും. ഇനി അടുത്തത് ഇവിടെ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ A ഇൻറ്റു L1 വരുന്നുണ്ട്, ഇവിടെ B ഇൻറ്റു L1 വരുന്നുണ്ട്. അപ്പം A ഇൻറ്റു L1 B ഇൻറ്റു L1 അവിടെ L1 ആണ് കോമൺ. സോ L1 കോമൺ ആയിട്ട് എടുത്തിട്ട് A പ്ലസ് ബി എന്ന് എഴുതിയിരിക്കുന്നു. ഇനി അടുത്തത് ഇവിടെ A ഇൻറ്റു മൈനസ് L2 ദാറ്റ് ഈസ് മൈനസ് A ഇൻറ്റു L2ഉം ഇവിടെ പ്ലസ് BL2 മൈനസ് AL2 BL2 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിനെ ഞാൻ L2വിനെ കോമൺ ആയിട്ട് എടുത്തു, മൈനസ് L2വിനെ, എന്നിട്ട് A ഇവിടെ കൊടുത്തു A മൈനസ് ബി. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് L2 A. അതുപോലെ തന്നെ ഇവിടെ മൈനസും എന്താകും? പ്ലസ് ആകും അല്ലേ. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും? BL2 കിട്ടും. അപ്പോൾ നമുക്ക് സെയിം തന്നെയാണ് കിട്ടുന്നത്. എന്നിട്ട് ഡിവൈഡഡ് ബൈ L1 സ്ക്വയർ മൈനസ് L2 സ്ക്വയർ. ഇനി ഇക്വേഷൻ 36ലും 37നും നമുക്ക് എഴുതാനായിട്ട് പറ്റും. A പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കിയേ, ഇത് നോക്കുക. L1 ഇൻറ്റു A പ്ലസ് ബി. ഇവിടെ നോക്കിയേ, T1 സ്ക്വയർ ഇൻറ്റു L1. അപ്പോൾ ഇവിടെ L1 ഉണ്ട്, ഇവിടെ L1 ഉണ്ട്. അപ്പോൾ T1 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? A പ്ലസ് ബി വരും. അതാണ് A പ്ലസ് ബി ഈസ് ഈക്വൽ ടു T1 സ്ക്വയർ. ഇനി ഇവിടെ നോക്കിയേ, T2 സ്ക്വയർ ഇൻറ്റു L2. ഇവിടെ എന്താണ് വരിക? L2 ഇൻറ്റു A മൈനസ് ബി. സോ ഇവിടെ L2 ഉണ്ട്, ഇവിടെ L2 ഉണ്ട്. അപ്പോൾ T2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? A മൈനസ് ബി. സോ A പ്ലസ് ബി ഈസ് ഈക്വൽ ടു T1 സ്ക്വയർ ആൻഡ് A മൈനസ് ബി ഈസ് ഈക്വൽ ടു T2 സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് A കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും? എയും ബിയും കണ്ടുപിടിക്കും. എന്ത് വരും? നമുക്ക് A പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. A പ്ലസ് ബി ഈസ് ഈക്വൽ ടു
T1 സ്ക്വയർ, അതുപോലെ തന്നെ A മൈനസ് ബി ഇസ് ഈക്വൽ ടു T2 സ്ക്വയർ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? 2A ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് വരും? 0 വരും. ഇസ് ഈക്വൽ ടു T1 സ്ക്വയർ പ്ലസ് T2 സ്ക്വയർ എന്ന് വരും. അപ്പോൾ A ഇസ് ഈക്വൽ ടു എന്ത് വരും? T1 സ്ക്വയർ പ്ലസ് T2 ഡിവൈഡ് ബൈ 2 വരും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അതേ ഇക്വേഷനെ നമ്മൾ മൈനസ് ചെയ്താൽ എന്ത് വരും? ഈ രണ്ട് ഇക്വേഷൻ A പ്ലസ് ബി ഇസ് ഈക്വൽ ടു T1 സ്ക്വയർ, രണ്ടാമത്തെ ഇക്വേഷൻ A മൈനസ് ബി ഇസ് ഈക്വൽ ടു T2 സ്ക്വയർ. ഇതിനെ മൈനസ് ചെയ്ത് എന്ത് വരും? A മൈനസ് A 0 ആകും. ദെൻ B മൈനസ് ബി വരുമ്പോൾ 2B ആകും അല്ലേ? അപ്പോൾ T1 സ്ക്വയർ മൈനസ് T2 സ്ക്വയർ എന്ന് വരും. സോ B ഇസ് ഈക്വൽ ടു T1 സ്ക്വയർ മൈനസ് T2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഈ രണ്ട് ഇക്വേഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഈ രണ്ട് റിസൾട്ടും നമ്മൾ 36-ൽ എയും ബിയിലും, അപ്പോൾ എയും ബിയും കിട്ടി. അത് രണ്ട് നമ്മൾ 36-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ജീനെ കണ്ടുപിടിക്കാമല്ലോ. ജി എന്ന് പറയുന്നത് എന്ത് വരും? 8π². 8 എന്തുകൊണ്ടാണ് വന്നത്? ഇവിടെ 2 വരുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് 8 വന്നത്. 8π² ഡിവൈഡഡ് ബൈ T1 സ്ക്വയർ പ്ലസ് T2 സ്ക്വയർ പ്ലസ് ഡിവൈഡ് ബൈ L1 പ്ലസ് L2 പ്ലസ് T1 സ്ക്വയർ മൈനസ് T2 സ്ക്വയർ ഡിവൈഡ് ബൈ L1 മൈനസ് L2. സോ ഇതാണ്. സോ ഇൻ ദി ടിപ്പിക്കൽ എക്സ്പെരിമെൻറ്റ് വി ഡിറ്റർമിൻ ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി പെൻഡുലം ബൈ ബാലൻസിങ് ഇറ്റ് ഓൺ എ നൈഫ് എഡ്ജ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് K1 എന്ന് പറയുന്ന നൈഫ് എഡ്ജ്, G അതുപോലെ തന്നെ K2. അപ്പോൾ ഇതാണ് L1. ഈ ഡിസ്റ്റൻസ് ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് K1ലേക്കുള്ള നൈഫ് എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് L1. അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് K2ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് L2. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന ഈ റോഡ് നമ്മളൊരു ഒരു നൈഫ് എഡ്ജിൽ വെച്ചിട്ട് ബാലൻസ് ചെയ്തിട്ടാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നമുക്കറിയാം, ഇതിപ്പോൾ T1 ഈസ് നോട്ട് ഈക്വൽ ടു T2 എന്നുള്ള കേസാണല്ലേ. അപ്പോൾ സപ്പോസ് T1 ഈസ് ഈക്വൽ ടു T2 വന്നു കഴിഞ്ഞാൽ എന്ത് വരും? T1 ഈസ് ഈക്വൽ ടു T2 എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം പീരീഡ് ആണ്. ഇതിനെ നമുക്ക് T എന്ന് കൊടുക്കുക. അപ്പോൾ T നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ L1 പ്ലസ് L2 എന്ത് വരും? ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം അല്ലേ, ലെങ്ത് ഓഫ് ദി ഈക്വലൻറ്റ് പെൻഡുലം ക്യാപിറ്റൽ L. അപ്പോൾ ആ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഏത് ഇക്വേഷനിലേക്ക് പോവും? അത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. 39-ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് T1-നും T2-നും നമ്മൾ T കൊടുക്കുന്നു, L1 പ്ലസ് L2-ന് എന്ത് കൊടുക്കുന്നു? L കൊടുക്കുന്നു. അങ്ങനെയാണ് നമുക്ക് പഴയ ഈ ഒരു ഇക്വേഷനിലേക്ക് പോകും. ദാറ്റ് ഈസ് T ഈസ് ഈക്വൽ ടു 4π² L/T². ഇതിപ്പോൾ T എന്ന് പറയുന്നത് T1 ഈസ് ഈക്വൽ ടു T2 ഈസ് ഈക്വൽ ടു T എന്ന് പറയുന്ന ഇക്വേഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ T1 ഈസ് നോട്ട് ഈക്വൽ ടു T അല്ലേ, നമ്മൾ എക്സാക്ട്ലി ഈക്വൽ ആകത്തില്ലെന്ന് പറഞ്ഞു. ആ കേസിൽ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 39 യൂസ് ചെയ്തിട്ടാണ്.